അപ്പോഴേ ഞാൻ ഒരു കാര്യം, അതായത് ഒരു പെൺകുട്ടി എനിക്കെതിരായിട്ടൊരു വീഡിയോ ചെയ്തു. അതിനുള്ള അവക്കുള്ള ഒരു ചെറിയ മറുപടിയാണ് ഞാൻ ഇതിനകത്തൂടെ പറയുന്നത്. അതായത് സംഭവം വേറെ ഒന്നുമല്ല, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ള നിഷാന നിച്ചു. അപ്പോൾ ഇതിനകത്ത് അവക്ക് പേര് പറയാൻ വലിയ മടിയാണ്. കാരണം ഞാനിത് ആരെയും പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഉയർത്തി കാണിക്കാനോ താഴ്ത്തി കാണിക്കാനോ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. യവക്ക് വേണ്ടിയിട്ട് ഒരു മറുപടി. അപ്പോൾ അവള് നിഷാന ലൈവിൽ വന്നിട്ട് തുണി അഴിച്ച് കാണിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, മെമ്പർഷിപ്പ് ലൈവാണ് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം വന്നിരുന്ന തകർക്കുവാണ്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ വീഡിയോസ് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ഒരു 11.5K സബ്സ്ക്രൈബറുണ്ട്, ഒരു 100 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയ്ക്ക് ഒന്നിനും ഈ കുട്ടിക്ക് വ്യൂവേഴ്സ് ഇല്ല. അതിനെന്താ ചെയ്തെന്നറിയോ? ഈ കുട്ടി കളം ഒന്ന് അങ്ങോട്ട് മാറ്റി കേട്ടോ. ഈ കളം മാറ്റി പിടിച്ചിട്ട് നിഷാന, അതുപോലെ ഈ നിളാ നമ്പ്യാർ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ എടുത്തിട്ട് അങ്ങോട്ട് വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ ചേച്ചിക്ക് ഒരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ ഈ ചേച്ചിയുടെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ചില ആൾക്കാർ, ചേച്ചി പറഞ്ഞതാണ് 100% സത്യം, അതായത് ഞങ്ങൾ പറയാനിരുന്ന കാര്യമാണ് ചേച്ചി ഇതിനകത്തൂടെ പറയുന്നത് എന്ന് കേട്ടപ്പോൾ ചേച്ചി വിചാരിച്ച് ഞാൻ ഈ ലോകത്ത് ഭയങ്കര സംഭവമായിപ്പോയി. കാരണം എന്നെ ഈ ഭൂമിയിൽ ആവശ്യമാണ്, കാരണം ഞാൻ മദർ തെരേസയാണ്, ഈ നാട് നിന്നൊക്കെ ഇറങ്ങിയ ചേച്ചിയാണെന്നൊക്കെ സ്വയം അങ്ങോട്ടങ്ങ് വിലയിരുത്താൻ തുടങ്ങി ചേച്ചി. അതിനുശേഷം ചേച്ചിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, ചേച്ചിയുടെ മൊബൈലിൽ ഈ വീഡിയോയുടെ താഴെ ആരും കമൻ്റ് ഇടാൻ പാടില്ല. കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ, നെഗറ്റീവ് കമൻ്റ് വന്നു കഴിഞ്ഞാൽ ചേച്ചി പിറ്റേന്ന് അവരുടെ പേരും പറഞ്ഞ് ഈ അടുത്ത റിയാക്ഷൻ വീഡിയോ അങ്ങ് ചെയ്യുവാണ്. അപ്പോൾ ഈ സൈസ് വീഡിയോസ് വന്നതിന് ശേഷം കുറച്ച് 2.5 പിന്നെ 5K ആൾക്കാരൊക്കെ വീഡിയോസ് കണ്ടു തുടങ്ങി. അപ്പോൾ ചേച്ചി സ്വയം പൊങ്ങാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ നിഷാനെ കുറിച്ച് ഒരു വീഡിയോയിൽ ഞാൻ ചോദിച്ചു, എടി കൊച്ചേ, നിനക്കിൻ്റെ ആവശ്യമുണ്ടോ? നീ അവരൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന എന്തിനാണ്? അല്ലെങ്കിൽ നിനക്കിൻ്റെ ആവശ്യമുണ്ടോ? അവരവരെ കാര്യം നോക്കി ജീവിക്കുമല്ലേ എന്ന് ചോദിച്ചതിന് ഈ കുട്ടി, പിന്നെ ഞാൻ കിളവനാണ്, പിന്നെ ഇതൊക്കെ ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ. കുണുവാവ കേട്ടല്ലോ, കുണുവാവ. എനിക്ക് വന്ന പേരാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അവനിക്ക് ഉറക്കമൊന്നുമില്ല ആണ്. മോളെ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ അതിനകത്ത് നീ പറഞ്ഞതിന് എല്ലാം ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞു, ഞാൻ പറയുന്ന എല്ലാ കമൻറ്റിനും നീ മറുപടി പറയണമെന്ന് പറഞ്ഞു. നീ വീഡിയോ ചെയ്യുമ്പോഴും അതിനകത്ത് എല്ലാ കമൻറ്റിനും നീ മറുപടി പറയണ്ടേ? അല്ലെങ്കിൽ 1-2 എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് പിന്നെ മറുപടി പറയുന്നതാണോ ശരി? പിന്നെ അതുപോലെ മോക്ക് ഈ നിഷാന എന്ന് പറയുന്ന ആളെ അറിയാമോ? ഞാൻ നിൻ്റെ അടുത്ത് ചോദിച്ചല്ലോ, നീ അവളെ ലൈവ് കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇവള് തുണി അഴിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ നീ തെളിവ് സഹിതം പറ. നീ പറയുന്ന ജോലി ഞാൻ ചെയ്തു തരാം. എൻ്റെ വെല്ലുവിളിയാണ്. അതുപോലെ നിഷാന, പിന്നെ ഇതിനകത്ത് മോള് ഒരു നല്ലൊരു കാര്യം പറയുന്നുണ്ട്. അയ്യോ, നമ്മുടെ വീട്ടിൽ ആണുങ്ങളുണ്ട്, മക്കളുണ്ട്, മക്കള് ഗെയിം കളിക്കാൻ മൊബൈൽ എടുക്കും, അപ്പൊ ഈ പിള്ളേരൊക്കെ ഇത് കണ്ടിട്ട് അങ്ങ് വഷളായി പോകുമെന്ന് പറഞ്ഞല്ലോ. പൊന്നു കുട്ടി, 35 വയസ്സിന് താഴോട്ടുള്ള ഒരൊറ്റ മനുഷ്യരെ പോലും ഈ നിഷാന അവരുടെ ലൈവിൽ കൊണ്ടുവരത്തില്ല. 35 വയസ്സ് കഴിഞ്ഞ് 40-45 വയസ്സുള്ളവർ അവരുടെ ആഗ്രഹപ്രകാരം അവരിരുന്ന് ലൈവ് താല്പര്യമുള്ളവരിരുന്ന് കാണുന്നുണ്ട്. നിനക്കെന്ത് വേണം? നീ ഏതെങ്കിലും ഒരു, നീ പറയുന്നുണ്ടല്ലോ നാട് നന്നാക്കാനാണ് അല്ലെങ്കിൽ കുട്ടികൾ വഷളാവുമെന്ന്. എന്തിനാണ് കുട്ടി നിന്റെ ഭർത്താവും അച്ഛനും പിന്നെ ആങ്ങളെയും എല്ലാം ഈ രാത്രി 1 മണിക്ക് ശേഷം, നീ പറയുന്നുണ്ടല്ലോ 1 മണി മുതൽ 5 മണി വരെയാണ് ലൈവ് എന്ന് നീ പറഞ്ഞല്ലോ. എന്തിനാണ് നിന്റെ അച്ഛനും ആങ്ങളെയും ഒക്കെ ഈ 1 മണി കഴിഞ്ഞ് എന്തിനാണ് ലൈവിലിരിക്കുന്നത്? അതുപോലെ 18 വയസ്സോ 30 വയസ്സിന് 35 വയസ്സിന് താഴെയുള്ള ഏതെങ്കിലും ഒരു വ്യക്തികളെ ഇവളെ ലൈവ് കണ്ടിട്ടുണ്ടോ? ഞാൻ ഇന്നലെ ഇവളെ ലൈവ്, ഈ ഒരു വിഷയം നീ സംസാരിച്ചപ്പോൾ അവളെ ലൈവ് ഞാൻ കയറി കണ്ടതാണ്. അപ്പം അതിനകത്ത് ഒരു പയ്യൻ നിഷാനയോട് ചോദിച്ച്, ചേച്ചി, ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈവ് കാണാൻ വരുന്നത്? നാട്ടുകാർ വരാറുണ്ടോ? രാഷ്ട്രീയ പ്രവർത്തകർ വരാറുണ്ടോ? അവൾ കൃത്യമായിട്ട് ഓരോന്നിനും മറുപടി പറയുന്നുണ്ട്. കാരണം അവളെ നാട്ടുകാരെ അവൾ ഈ ലൈവിൽ ഉൾപ്പെടുത്തത്തില്ല, രാഷ്ട്രീയക്കാരൊന്നും അവളെ ലൈവിൽ വരത്തില്ല. അതുപോലെ 35 വയസ്സിന് താഴോട്ട് പ്രായമുള്ള ഒരു മനുഷ്യരെ അവളെ ലൈവിൽ വരികയില്ല.
പിന്നെ 40-45 വയസ്സായവർ അവർ കണ്ടിട്ട് കിടന്നുറങ്ങുന്നതിന് നിനക്കെന്താണ് ചൊറിച്ചിൽ? ഒരാളെ കുറിച്ച് പ്രതികരിക്കുമ്പോൾ അതിന് കൃത്യമായ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കൃത്യമായ കാര്യങ്ങൾ അറിഞ്ഞിട്ട് പ്രതികരിക്കുക. അതുപോലെ തന്നെ ഈ നിഷാനെ ആവട്ടെ, ഈ നിള നമ്പ്യാരാവട്ടെ, ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാശ് കൊടുത്ത് ഏതെങ്കിലും ചാനലുകാർ ഇന്റർവ്യൂ എടുക്കും. അതായത് നമ്മളെ പ്രമുഖമായ നല്ല ചാനലൊന്നും ഇവരെ ഇന്റർവ്യൂ കൊണ്ടുവരില്ല. അപ്പോൾ ഇവര് പൈസ കൊടുത്തിട്ട് ഒരു ഇന്റർവ്യൂ കൊണ്ടുവരുമ്പോൾ അത് ആൾക്കാർ കാണുന്നു, അവർക്ക് റീച്ച് കിട്ടുന്നു. റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഈ പൈസ ചിലവാക്കി ചെയ്യുന്നത്. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? നിങ്ങളെപ്പോലെ ഉള്ളവർ കുറേ ആൾക്കാർ ഇങ്ങോട്ട് റിയാക്ഷൻ വീഡിയോ എന്നും പറഞ്ഞ് ദിവസവും ഇങ്ങോട്ട് വന്ന് ഇവരെ വീഡിയോ എടുത്ത് നിങ്ങളെപ്പോലെ അറിയാൻ വയ്യാത്ത നിങ്ങളുടെ വീഡിയോ കാണുന്ന ആൾക്കാരെ അല്ലാത്തവരെ നിങ്ങൾ കുറെ കൂടെ പബ്ലിസിറ്റി ചെയ്താണ് നിങ്ങൾ ഇത് വരുമാനം ഉണ്ടാക്കുന്നത്. ഓരോരുത്തരും വീഡിയോ ചെയ്യുന്നത് അവരവർക്ക് റീച്ച് കിട്ടാനും വരുമാനം കിട്ടാനും വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ വീഡിയോസ് പ്രൊമോട്ട് ചെയ്ത് പോകുന്നത്. നീ ഇപ്പം നിന്റെ ഈ വീഡിയോക്കകത്ത് നീ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അറിയാൻ വയ്യാത്ത വേണ്ടിയിട്ടാണ് ഈ നിഷാൻ ആരാണെന്ന് ഞാൻ പറയുന്നത്. അപ്പം അതവിടെ നീ പ്രൊമോഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നീ എന്ത് നാടാണ് നീ നന്നാക്കുന്നത്? ഒന്ന് പറഞ്ഞതാ. നീ എന്നെ വെല്ലുവിളിച്ചല്ലോ. പിന്നെ നീ പറയുന്നത് ഈ എടീ മോളെ, ഞാൻ നിന്നെ മോളെ എന്ന് വിളിക്കുന്നത് എൻ്റെ മോളെ പ്രായം നിനക്കില്ല. പിന്നെ നീ പറഞ്ഞു പിന്നെ ഞാൻ കിളവനാണ്. ഞാൻ ഈ കിളവനാണെങ്കിലും അന്നത്തെ പ്രായവും ഇന്നത്തെ പ്രായം തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ ഇപ്പോൾ 2024 ജീവിക്കുന്നത്. ഈ സാഹചര്യം എന്താണെന്നും ഇപ്പോഴത്തെ കാലത്തിന്റെ പോക്ക് എന്താണെന്നും എനിക്ക് നല്ലതുപോലെ എനിക്കറിയാം. പിന്നെ നീ ഇതിനകത്ത് ചോദിച്ച 1-2 ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഞാൻ പറഞ്ഞുതരാം. അതുപോലെ അതിനകത്ത് നിഷാന പറയുന്നുണ്ട് എല്ലാവർക്കും അവളെ ലൈവിനകത്ത് ചാടി കയറി ചെല്ലാൻ പറ്റത്തില്ല. അവള് പ്രത്യേക രീതിയിലാണ് അവളെ ഇട്ടേക്കുന്നത്. അവളെ അടുത്ത് ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് ചേരുന്ന ഒരുത്തനെ അവളെ ഇട്ടേക്കില്ല. കാശുള്ള ആൾക്കാർ 40-45 വയസ്സുള്ള ഒരു വീഡിയോ കാണുന്നു. നിനക്കെന്ത് വേണം? അവർ കണ്ടിട്ട് സൂചിച്ച് പോയി കിടക്കുന്നു. നിനക്ക് എവിടെയെങ്കിലും പറയാമോ? അവൾ എവിടെയെങ്കിലും തുണി കഴിച്ച് കാണിച്ചിട്ടുണ്ടെന്ന് നിനക്ക് പറയാമോ? നീ ഒന്ന് പറ. ഏതെങ്കിലും വീഡിയോയിൽ അവള് പിന്നെ നീ ഇന്നലെ വേറെ ഒരു ഇത് എടുത്തല്ല, ആവശ്യമില്ലാതെ ഇവരെയൊക്കെ ചൊറിയാൻ പോയി കഴിഞ്ഞാൽ അവർ സ്ട്രൈക്ക് തരും, പണി കിട്ടും. എന്തിനാണ് വല്ലവരുടെയും കാര്യത്തിന് നീയൊക്കെ ഇടപെടാൻ പോകുന്നത്? എനിക്കും ഒരു ചാനലുണ്ട്. പിന്നെ മോളൊരു കാര്യം ചെയ്യും, ഈ നാട് പിന്നെ അതുപോലെ എനിക്ക് പറയുന്നേ, നിന്റെ വീഡിയോയുടെ താഴെ കുറെ പേര് വന്ന് പറഞ്ഞല്ലോ, അയ്യോ അവളെ ചാനൽ പൂട്ടിക്കണം, അല്ലെങ്കിൽ അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന്. ഈ കേരളത്തിലെ ബാറുകളുണ്ട്. കുത്തക മുതലാളിയ ഒരു ബാർ നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഈ ഓരോ ബാറിന്റെ മുമ്പേ ചെന്ന് നിന്നിട്ട് നിങ്ങൾ പറയണം എൻ്റെ ഭർത്താവും ആങ്ങളെയും എൻ്റെ മക്കളും ഒക്കെ മദ്യപിക്കാൻ വരും, അതുകൊണ്ട് നിങ്ങൾ ബാർ പൂട്ടിക്കെട്ടണമെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുപോലെ ഇതിപ്പോ നിന്റെ ഭാര്യ നിന്റെ മക്കളോ അച്ഛനോ ഒക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ നിയന്ത്രിക്കുക, അല്ല നാട്ടുകാരല്ല നിയന്ത്രിക്കേണ്ടത്. അവർ അതുപോലെ ഞാൻ വേറെ പറയാം, എനിക്കറിയാന്നുള്ള ഒരു കക്ഷി ലൈവ് ചെയ്യുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ കുഞ്ഞ് സുഖമില്ലാതെ കിടക്കുകയാണ്. ഓരോ മാസം 1000-കണക്കിന് രൂപ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും മറ്റു ചിലവൊക്കെ വേണം. ഭർത്താവില്ല. ആ കുഞ്ഞിനെ സംരക്ഷിക്കണം. 25 ആംബുലൻസ് വിളിച്ചാണ് ആ കുഞ്ഞിനെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അവൾ ജീവിക്കാൻ മാർഗമില്ലാതിരുന്നപ്പോൾ എന്ത് ചെയ്തു? ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ആദ്യം കുക്കിംഗ് വീഡിയോ തുടങ്ങി. അതിനുശേഷം അവൾ ചെറിയൊരു ലൈവ് വരാൻ തുടങ്ങി. അത് അവൾക്ക് ജീവിക്കാൻ മാർഗമില്ലാത്തത് കൊണ്ട് അവൾ ഒരു തൊഴിൽ കണ്ടെത്തി. ആണോ? ഇവരെ പോലെയുള്ള ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ 100 രൂപ കൊടുത്ത് സഹായിക്കാൻ നിന്നെയൊക്കെ കൊണ്ട് പറ്റുമോ? നീയൊക്കെ വന്നിരുന്ന് കുറ്റം പറയുമല്ലോ. ഓരോരുത്തരും ചാനൽ തുടങ്ങുന്നത് ഓരോരോ പ്രതീക്ഷയിലായിരിക്കും കുട്ടി. അവർക്ക് ഒന്നുകിൽ ജീവിക്കണം, അല്ലെങ്കിൽ അന്തസ്സായിട്ട് ജീവിക്കണം, സമൂഹത്തിൽ 10 പൈസ ഉണ്ടാക്കണം. ഈ നിഷാന എന്ന് പറഞ്ഞ് നിസ്സാര കാര്യമല്ല. അവരെ രോമത്തിൽ തൊടാൻ പറ്റുമോ? നിനക്ക് സപ്പോർട്ട് ചെയ്ത 100 കണക്കിന് ആൾക്കാരോട്ട് ചെയ്യേണ്ടത് അവരെ വീട്ടിൽ ചെന്ന് മുദ്രാവാക്യം വിളിക്കണം, എൻ്റെ മക്കളും ഭർത്താവും ഒക്കെ നശിച്ചു പോകും, നീ വീഡിയോ നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നീ അവിടെ പോയിരി. നിന്നെ കൊണ്ട് പറ്റുമോ? പിന്നെ ഇന്നലത്തെ ലൈവിൽ അവൾ പറയുന്നുണ്ട് ഈ യൂട്യൂബ് അവൾക്ക് ഒന്നുമല്ല. അവരെ യൂട്യൂബ് പോയി കഴിഞ്ഞാൽ അവളെ തലയിൽ കിടക്കുന്ന ഒരു രോമം പോയതുപോലല്ലേ ഉള്ളു മോളെ. അവൾക്ക് ഗൾഫ് രാജ്യങ്ങളിൽ അവൾക്ക് ബിസിനസ് സ്ഥാപനങ്ങളുണ്ട് കേട്ടോ. അവർ ആ രീതിയിലും കാശുണ്ടാക്കുന്നുണ്ട്. അപ്പം അവൾക്ക് ഈ നീ പറയുന്ന പോലെ നീ കുറേ ഐഡിയകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 10-100 പേര് ഇരുന്നോട്ട് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ അവളെ ചാനൽ പോയെന്ന് പറഞ്ഞാൽ അവൾക്ക് ഒരു രോമം പോലും വരത്തില്ല. ഇത് ഒന്ന് പോയാൽ 150 അവൾ എടുക്കും. അവൾക്ക് നല്ല സ്വാധീനങ്ങളും ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരാളെ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഞാൻ നിൻ്റെ അടുത്ത് ചോദിച്ചു, നീ അത് വീഡിയോ കണ്ടിട്ടാണോ പ്രതികരിക്കുന്നത്? അല്ലല്ലോ. എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്. എനിക്ക് ഇതുവരെ 10 പൈസ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടുമില്ല. ഞാൻ എൻ്റെ ആഗ്രഹം കൊണ്ട് എനിക്ക് എൻ്റെതായ കലാപരമായ കഴിവുകളുണ്ട്. നീ എന്നെ വെല്ലുവിളിച്ചു, അതിന് നിനക്ക് മറുപടി തന്നല്ലേ പറ്റുമോളെ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പിന്നെ നീ ഇതിനടുത്ത് 1-2 ചോദിച്ച ചോദ്യങ്ങളുണ്ട്. ഞാൻ നിഷാനെ കൂട്ടിക്കൊടുക്കാൻ ഇരിക്കുകയാണോ എന്ന്. ഞാൻ ഇതുവരെ കൂട്ടിക്കൊടുത്തിട്ടില്ല. നിനക്ക് കമന്റ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് പറ, അത്യാവശ്യം വേണ്ടി വന്നാൽ ഞാൻ ആ ജോലി നോക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് 10 പൈസ കിട്ടുമല്ലോ. കൂട്ടിക്കൊടുപ്പായാലും എനിക്കൊരു നാണക്കേടുമില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ സാധാരണ ചെയ്യാറില്ല. എനിക്ക് എൻ്റെതായ നിലനിൽപ്പനുസരിച്ച് നല്ല നല്ല കുറേ ഫ്രണ്ട്സുകളും ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അവർ ആ നാണക്കേട് ഉണ്ടാവരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ പ്രതികരിക്കാതിരിക്കുന്നത്. അപ്പം നീയായിട്ട് എന്നെ വെല്ലുവിളിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ നിനക്ക് വേണ്ടി ചെയ്യുന്നത്. ഈ വീഡിയോ ഞാൻ ഇട്ട് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല. നീ എന്ന ഒരുത്തി കാണണം.
ആവശ്യമില്ലാതെ ഒരാൾക്കെതിരെ പ്രതികരിക്കാനും. പിന്നെ ഞാൻ കളവനാണ് കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ കാണുമെന്ന് നീ പറഞ്ഞല്ലോ. പൊന്നു മോളെ, എനിക്ക് നിഷാനയുടെ മെമ്പർഷിപ്പ് എടുത്ത് ഈ വീഡിയോ കാണേണ്ട കാര്യമില്ല. 24 മണിക്കൂറും ലൈവ് ഓടുന്ന ആപ്പിൾ ഇഷ്ടം പോലെ ഉണ്ട്. അതിസുന്ദരിയായ സ്ത്രീകൾ ലൈവിൽ വരുന്നത്. അപ്പൊ എനിക്ക് മെമ്പർഷിപ്പ് എടുത്ത് പോകേണ്ട കാര്യമില്ല മോളെ. കേട്ടോ, അത് ഒന്ന് മോള് ഓർക്കണം. അതുകൊണ്ട് ആരെക്കുറിച്ചെങ്കിലും പ്രതികരിക്കുമ്പോൾ ഞാൻ കളവനാണ്. പിന്നെ അതുപോലെ വേറൊരു കാര്യമുണ്ട് എനിക്ക് പ്രത്യേകം പറയാനാണ്. നീ ഇപ്പോൾ ആ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ എന്നെ കുറിച്ച് കമന്റ് പറഞ്ഞപ്പോൾ ആ വീഡിയോക്കകത്ത് നീ ഫസ്റ്റ് പറയുന്നുണ്ട് ഒരു കമന്റ്, മറ്റേ ഓളിയില്ലേ, എടീ മോളെ, നിന്നെ പോലെ ഉള്ളവളുമാരുടെ വീഡിയോസ് കണ്ട് നിനക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് ചേച്ചി ദൈവമാണെന്ന് പറയുന്ന ഓരോ കമന്റ് ഇടുന്ന ഓളികളുണ്ടല്ലോ, നീ അവരെ ഉൾപ്പെടെയാണെന്ന് പറഞ്ഞത് കമന്റ് മറ്റേ ഓളികളെന്ന്. എടീ മോളെ, സ്കൂളിൽ പോയത് കൊണ്ടോ വിദ്യാഭ്യാസം ലഭിച്ചത് കൊണ്ടോ നിനക്ക് സംസ്കാരം ഉണ്ടാവണമെന്നില്ല. ജെനസിന്റെ ഗുണമെന്ന് പറയും, ജെൻസ്, അത് നിനക്കില്ലാതായിപ്പോയി. അച്ഛനെ അമ്മയെ അല്ലെങ്കിൽ അച്ഛൻ്റെ പ്രായമുള്ളവരുടെ എങ്ങനെ സംസാരിക്കണമെന്നും എല്ലാവരെയും നിന്റെ മറ്റേ മോമാരാണെന്ന് കണക്കാക്കുന്ന നിന്റെ സംസ്കാര ശൂന്യത. സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും കാണും മോളെ. ഒരാവശ്യം ഒരു മനുഷ്യരും കാണത്തില്ല. ഈ നിന്റെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്ന ഒരുത്തനും കാണത്തില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും നിന്റെയൊക്കെ സംസ്കാരം, നിന്നൊക്കെന്ന് പറഞ്ഞാൽ ഞാൻ മോളെന്ന് വിളിച്ചത് എൻ്റെ മോളെ പ്രായം പോലും നിനക്കില്ല. നിനക്ക് ചിലപ്പോൾ വലിയ മക്കളുണ്ടാവാനുള്ള സാധ്യതയില്ല. ആദ്യം നീ നിയന്ത്രിക്കേണ്ടത് നിന്റെ വീട്ടിലുള്ളവരെ നീ നിയന്ത്രിക്കുക. എന്നിട്ട് നീ നാട് നന്നാക്കാൻ ഇറങ്ങും കേട്ടോ മോളെ. അതുകൊണ്ട് പ്രായമായി പിന്നെ നിനക്കൊക്കെ ഒരു കമന്റ് ഉണ്ട്, കിളവൻ അല്ലെങ്കിൽ അമ്മാവന് ഇതിന്റെ കാര്യമുണ്ടോ? പൊന്നു മോളെ, ഞാൻ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. പിന്നെ കുണുവാവ, എന്റെ പൊന്നോ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ചക്കര മുത്തേ, എനിക്കൊരു പുതിയ പേര് തന്നല്ലോ. അപ്പോൾ ഈ ഈ വീഡിയോ ചെയ്ത പെൺകുട്ടിയുടെ എല്ലാ ആൾക്കാരും കാണണം. അവർക്ക് കമന്റ് ഇട്ടത് ഞാനാണ് കേട്ടോ. എനിക്ക് ഇച്ചിരി തൊലിക്കെട്ട് കൂടുതലാണ്. ഞാൻ ഇതുപോലെയുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കാത്തത് കൊണ്ടാണ്. എനിക്ക് പ്രതികരിക്കണമെന്നുണ്ട്, എന്നിട്ട് ഞാൻ പ്രതികരിക്കാത്തത്. എനിക്ക് നല്ല കുറേ ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ വീഡിയോസ് കാണുന്ന നല്ല ആൾക്കാരുണ്ട്. അതുകൊണ്ട് മാത്രമാണ് മോളെ കേട്ടോ. ഈ വയസ്സന്മാരെന്നും പറഞ്ഞുകൊണ്ട് അപ്പം ഞാൻ നിൻ്റെ അടുത്ത് ചോദിച്ചു, ഓരോ ബീച്ചിലും പാർക്കിലും ചെല്ലുമ്പോൾ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. നീ എന്താ പറഞ്ഞത്? അത് പുറത്ത് കിടക്കുന്ന കാര്യം എനിക്കറിയണ്ട. എന്തുകൊണ്ട് നിനക്കറിഞ്ഞൂടാ? നാട് നന്നാക്കാൻ ഇറങ്ങിയ നീ അതും അറിയണം. നീ പറഞ്ഞല്ലോ കൊച്ചു കുട്ടികൾ ഗെയിം കളിക്കുമ്പം അവളെ വീഡിയോ കാണുന്നു. അവൾ ഏതെങ്കിലും ഒരു വീഡിയോയിൽ അവൾ തുണി അഴിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ നീ പറ. അത് പറയാൻ നിന്നെ കൊണ്ട് പറ്റത്തില്ല മോളെ കേട്ടോ. അപ്പോൾ ഒരാളെ കുറിച്ച് പ്രതികരിക്കുമ്പോൾ ആരാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നീ പ്രതികരിക്കും. ഓരോരുത്തരും ജീവിക്കാൻ വേണ്ടിയിട്ടോ ജീവിതത്തിന്റെ പല പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഈ യൂട്യൂബ് ചാനൽ എന്നും നിലനിൽക്കണമെന്നില്ല. നിനക്കും വരാം സ്ട്രൈക്ക്, എനിക്കും വരാം. അതുകൊണ്ട് വലിയ അഹങ്കാരം കാണിക്കല്ലേ മോളെ. റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം നല്ല നല്ല വിഷയങ്ങളുണ്ട്. ഞാൻ ഇന്ന് ഓരോ വീഡിയോസ് ചെയ്യുന്ന പുറത്ത് ഞാൻ കഷ്ടപ്പെട്ടാണ് വീഡിയോ ചെയ്യുന്നത്. നീയും ഒരു കാര്യം ചെയ്യും, നിനക്ക് റീച്ച് കിട്ടണമെങ്കിൽ നല്ല നല്ല കണ്ടന്റ് എടുത്ത് നീ വീഡിയോ ചെയ്യും. അല്ലാതെ ഈ ആവശ്യമില്ലാതെ ഓരോരുത്തരെ ചൊറിഞ്ഞല്ല പൈസ ഉണ്ടാക്കുന്നത്. സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ അമ്മച്ചിമാരൊക്കെ കാണും, പിന്നെ അമ്മമാരും, പിന്നെ നിങ്ങളെ പോലെയുള്ള പെൺപിള്ളേരുടെ വാലി പിടിച്ച് നടക്കുന്ന ആമ്പിള്ളേരും കാണും. ചേച്ചിയാണ് ദൈവം എന്ന് പറയുന്നത്. ഒന്നുമില്ല മോളെ, നിനക്കൊക്കെ എന്തെങ്കിലും ഒരു വിഷയം, നിനക്കോ എനിക്കോ എന്ന് വിഷയം വന്നാൽ അനുഭവിക്കാൻ ഞാൻ മാത്രമേ കാണൂ. ഇപ്പം നീ പറഞ്ഞ മറ്റേ കമന്റ് ഓളികളുണ്ടല്ലോ, ഈ ഓളികളൊന്നും കാണത്തില്ല, അനുഭവിക്കാൻ സ്വയം മാത്രമേ കാണൂ. അപ്പോൾ ഈ വീഡിയോയ്ക്ക് മറുപടി നീ നല്ലതുപോലെ എനിക്ക് തരണം. പിന്നെ നിന്റെ ഫേസും അല്ലെങ്കിൽ ഇതൊന്നും ഞാൻ കാണിക്കാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, മോള് ഒരു കാര്യം ചെയ്യണം. നിന്നെ എനിക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പം അങ്ങോട്ട് പിന്നെ എയറിൽ കയറ്റി അങ്ങോട്ട് വിടാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. നീ അതിനുള്ള പുണ്യപ്രവൃത്തി ഒന്നും ചെയ്തിട്ടില്ല. നീ സ്വയം വിചാരിക്കുകയാണ് നീ മദർ തെരേസയാണ്, മഹാത്മാഗാന്ധിയാണ്, നിനക്ക് തോന്നുന്നുണ്ട്. അതൊക്കെ അഹങ്കാരമാണ് മോളെ. നീ ഒന്നുമല്ല, നീയും അല്ല, ഞാനും അല്ല, ഒന്നുമല്ല. നമ്മുടെ വീഡിയോയ്ക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കേണ്ട, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നെഗറ്റീവ് കമൻറ്റും വരും, പോസിറ്റീവും വരും. ഒന്നുകിൽ നിനക്ക് പറ്റുമെങ്കിൽ മാന്യമായ രീതിയിൽ, ഞാൻ നിൻ്റെ അടുത്ത് എല്ലാ കാര്യത്തിനും ഞാൻ മാന്യമായ രീതിയിലാണ് നിന്നോട് പ്രതികരിച്ചത്. നീ എനിക്കിട്ട പേര് കുണുപാവ ആയിക്കോട്ടെ. അപ്പം എൻ്റെ വീഡിയോയ്ക്ക് താഴെ നെഗറ്റീവ് കമൻറ്റ് വരും, നിനക്കും വരും. അത് ഉൾക്കൊള്ളാനുള്ള മനസ്സാദ്യം ഉണ്ടാവണം. എല്ലാ ജനങ്ങളും പിന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യണമെന്നില്ല മോളെ കേട്ടോ. അത് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. നമ്മൾ എത്രത്തോളം നല്ല വീഡിയോസ് ചെയ്താലും ശരി, അതിൻ്റെ അടിയിൽ ഒരു ആൾക്കാർ കമൻറ്റ് പറയാൻ വേണ്ടിയിട്ട് മാത്രം വരും. ഇതെല്ലാം എനിക്കറിയാം കേട്ടോ. അതുകൊണ്ട് എനിക്കിനി ഇതിൻ്റെ മറുപടി പറയുന്നത് മാന്യമായ ഭാഷയായിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ പൊന്നു മോളെ ഞാൻ പ്രതികരിക്കും. നീ ഏത് കൊച്ചി രാജാവിൻ്റെ മോളായാലും ശരിയാണ് കേട്ടല്ലേ. ഞാൻ നിൻ്റെ അടുത്ത് ഓരോ കമൻറ്റിൻ്റെ മറുപടി. പിന്നെ വേറെ ഒരു കാര്യം പറയട്ടെ മോളെ, ഞാൻ പറയാൻ വിട്ടുപോയി. നീ എൻ്റെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യം, എൻ്റെ ഭാര്യയും മക്കളും ഇതുപോലെ തുണി അഴിച്ച് കാണിച്ചാൽ കണ്ടുകൊണ്ടിരിക്കുമെന്ന് നീ ചോദിച്ചു. പൊന്നു മോളെ, ഇപ്പം നിനക്കറിയാമല്ലോ എല്ലാ നിയമവ്യവസ്ഥകളും സ്ത്രീകൾക്ക് അനുകൂലമാണ്.
പിന്നെ ഈ തുണി അഴിച്ച് കാണിക്കുമ്പോൾ അത് കാണാൻ ആളുണ്ടായിട്ടാണ് കാണുന്നത്. നീ എൻ്റെ ഭാര്യയോ മക്കളോ ഒരു സ്ത്രീയുടെ ശരീരത്ത് എന്തൊക്കെ ഉണ്ടെന്നും പുരുഷന്റെ ശരീരത്ത് എന്തുണ്ടെന്നും പരസ്പരം എല്ലാവർക്കും അറിയാം കേട്ടോ മോളെ. ഇപ്പോൾ എൻ്റെ മോള് ജനിച്ച കാലം മുതൽ എൻ്റെ മോൾക്ക് എന്താണോ ഉള്ളതെന്ന് എൻ്റെ ഭാര്യയ്ക്ക് എന്താണോ ഉള്ളതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. എൻ്റെ ഭാര്യ അങ്ങനെ തുണി അഴിച്ച് കാണിക്കാൻ പോകണമെങ്കിൽ അത് അവളെ ഇഷ്ടം, അവൾ കാണാൻ ആളുണ്ടെങ്കിൽ അവൾ കാണിക്കും. എനിക്കത് വിഷയമല്ല. ചോദിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ ഒരു കോടതി നിയമം പോലും ഉണ്ട്. അവനവൻ്റെ സ്വയം താല്പര്യപ്രകാശം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് ചോദിക്കാനുള്ള അവകാശമില്ല. പണ്ടൊക്കെ പല പല ഹോട്ടലുകളിൽ റൈഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നടക്കുന്നുണ്ടോ? എവിടെയെങ്കിലും കേട്ട് കേൾവിയുണ്ടോ? അതൊക്കെ മോള് കുറച്ചൊന്ന് പഠിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിനക്ക് ശരിയായി ഇതിനുള്ള മറുപടി തരണേ മോള് കേട്ടോ.